സൂംബ ഡാൻസിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട എടത്തനാട്ടുകര പ്രൈമറി സ്കൂളിലെ ഒരു അധ്യാപകൻ, അതുപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ് സസ്പെൻഡ് ചെയ്തു. അപ്പം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഒടുവിൽ സസ്പെൻഡ് ചെയ്തു. അങ്ങനെയാണ് അതിവിടെ വായിച്ചെടുക്കേണ്ടത്? അങ്ങനെയല്ല. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെതിരായി, അതിൻ്റെ നയപരിപാടികൾക്കെതിരായി, നമ്മൾ ശമ്പളം വാങ്ങുന്ന, നമുക്ക് ശമ്പളം തരുന്ന സർക്കാരിൻ്റെ പദ്ധതികൾക്കും പരിപാടികൾക്കും വീക്ഷണത്തിനും നിലപാടുകൾക്കും എതിരായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിലപാടെടുത്താൽ, അത് അധ്യാപകനല്ല ആരായിരുന്നാലും നടപടി വരും. അത് ഈ അധ്യാപകനെ അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ FB പോസ്റ്റിൽ തന്നെ അദ്ദേഹത്തിന് അറിയാമത്. അത് മറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, പ്രകോപനം ഉണ്ടാക്കാനും വാർത്ത ഉണ്ടാക്കാനും. ഒപ്പം മാത്രമല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ന്യായം ഇത് സമൂഹ മധ്യത്തിൽ വലിയ ചർച്ചയ്ക്ക് വരാൻ താനൊരു ബലിയാടാവുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇത് മാനേജ്മെൻറ്റിന് തീർച്ചയായിട്ടും അധികാരമുണ്ട്. ഇത് അത്തരം ചില പാഠങ്ങളുണ്ട് അതിനകത്ത്. കേരള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാണിത്. അതെ, എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ എയ്ഡ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ചെലവിൽ നടക്കുന്ന, എയ്ഡ് കൊണ്ട് നടക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കാനുള്ള പണി മാത്രമേ മാനേജർ ചെയ്യുന്നുള്ളൂ. ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്. നിയമിക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോഴ വാങ്ങുന്നത് ഈ സർക്കാരാണ്, മാനേജ്മെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ആകെ ഇവർക്ക് മുടക്കുള്ളത് അവിടെ ഒരു തുടക്കത്തിൽ കുറച്ച് ഭൂമിയും ഒരു കെട്ടിടവും വേണം എന്നുള്ളേ ഉള്ളൂ. ബാക്കിയൊക്കെ ലാഭക്കച്ചവടമാണ്. ആ കച്ചവടത്തിൽ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് പറയാൻ അധികാരമുണ്ട്, പറഞ്ഞാൽ അനുസരിക്കാൻ മാനേജർക്കും ബാധ്യതയുണ്ട്. നമ്മുടെ പല മാനേജർമാരുടെ ഒരു ധാരണ അവരാണ് പരമാധികാരികൾ എന്നാണ്. എയ്ഡഡ് സ്കൂളുകളുടെ മേൽ, മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുടെ മേൽ നമ്മുടെ സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്നാണ് ധാരണ. അങ്ങനെയൊന്നുമല്ല. ഗവൺമെൻറ് വേണമെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിന് വേണമെന്ന് തീരുമാനിച്ചാൽ സ്ട്രിക്റ്റായിട്ട് ഉത്തരവ് കൊടുക്കാനും അത് നടപ്പാക്കാൻ മാനേജർ ബാധ്യസ്ഥനാണ്. അതാണ് ഇതിൽ തെളിയുന്നൊരു കാര്യം. ശരിക്കും ഈ സൂംബ ഡാൻസ് ഇത്ര മോശമാണെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഈ സൂംബ ഡാൻസിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് മനസ്സിലാക്കാതെ വളരെ മോശമായ ഒരു പരാമർശമല്ലേ നടത്തിയത്. അപ്പോൾ മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ ക്വിക്കായിട്ടൊരു നടപടി എടുത്തുകൂടായിരുന്നെങ്കിൽ? അതെടുക്കാമായിരുന്നു. അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം അത്തരത്തിൽ എയ്ഡഡ് സ്കൂൾ ഇപ്പോൾ ഇങ്ങനെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു 3ാം ഗ്രൂപ്പിലാണ് ഇദ്ദേഹം ഉള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ 3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് KNMൻ്റെ ഗ്രൂപ്പാണ്, രണ്ടാമത് മർക്കസുദ്ദാഴ്വ എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്, 3ാമത്തെ ഗ്രൂപ്പാണ് ഈ വിസ്ഡം ഗ്രൂപ്പ്. വിസ്ഡം ഗ്രൂപ്പിനാണ് ജിന്ന് ഗ്രൂപ്പ് എന്നുകൂടി പേരുണ്ട്. അവർ മുജാഹിദുകൾക്കിടയിലെ കടുത്ത യാഥാസ്ഥികന്മാരാണ്. എന്നുവെച്ചാൽ പണ്ട് സുന്നികൾക്കെതിരായി മുജാഹിദ് പ്രസ്ഥാനം പൊതുവെ അവകാശപ്പെട്ടത് സുന്നികളെ യാഥാസ്ഥികന്മാരും ഇവർ ഉൽപ്പതിഷ്ണുക്കളും അല്ലെങ്കിൽ പരിഷ്കരണവാദികളും എന്നാണ്. പരിഷ്കരണവാദികളുടെ കൂട്ടത്തിൽ യാഥാസ്ഥികന്മാരെന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ്. അവരാണ് തീവ്രവാദികൾ. പല കാര്യങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പൊതുധാരയിൽ സ്വീകരിക്കാത്ത നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് സംഗീതം, ഇപ്പോൾ ഈ അഷ്റഫിൻ്റെ, ടി.കെ. അഷ്റഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അവൻ മൗലികമായി ഇതിനോട് വിയോജിക്കുന്ന, ഈ അധ്യാപകൻ അതിനോട് മൗലികമായി വിയോജിക്കുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഈ സംഗീതാത്മകമായ ഡാൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഗീതം, നൃത്തം തുടങ്ങി, അത് ആരോഗ്യത്തിനല്ല എതിര്. 3 കാര്യങ്ങളിലാണ് ഇവരുടെ ഒഫൻസ്. ഒന്ന്, ഇത് താളാത്മകമാണ്, ഇതിനകത്ത് സംഗീതമുണ്ട്. 2, ഇത് സംഗീതത്തിന് ഒപ്പിച്ച് ഡാൻസ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ അവിടെ നൃത്തമുണ്ട്. 3ാമത്തെ കാര്യം, ഇവർ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്നു, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ചേർന്ന് ഡാൻസ് ചെയ്യുന്നു, അങ്ങനെ പാടില്ല. 4ാമത്തെ ഒരു കാര്യം ഇല്ലാത്തൊരു ആരോപണമാണ്. അതായത് ഇത് അല്പവസ്ത്രങ്ങൾ വെച്ചാൽ വസ്ത്രധാരണവും ഇങ്ങനെ ഒരു വെസ്റ്റേൺ കൾച്ചറാണ്, കൊളംബിയയുടെ ഡാൻസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഒന്നില്ലാത്തതാണ്, മറ്റേത് 3 ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ 3 സുംബ ഡാൻസ് വരുമ്പോൾ മാത്രം ഉള്ളതല്ല. സംഗീതം നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഒരു കാലത്തും മാറ്റി നിർത്തിയിട്ടില്ല. ഇവർക്ക് സംഗീതം ഹറാമാണ്, സംഗീതം നിഷിദ്ധമാണെന്ന് പ്രസംഗിക്കുന്ന ധാരാളം പേര് ആ ഗ്രൂപ്പിലുണ്ട്. വിസ്ഡം ഗ്രൂപ്പിൽ കടുത്ത സംഗീതം ഹറാമാണ്, പാട്ട് പാടാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, കേട്ടിട്ടൊരു പുണ്യവും കിട്ടാനില്ല എന്നൊക്കെ വാദിക്കുന്നവരാണ്. ദൈവദോഷമാണ് സംഗീതം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പരസ്യമായി പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗീതത്തിനെതിരാണ്. ഡാൻസ് അതിനേക്കാളും മാരകമാണ്, ആടാനും പാടാനും പാടില്ല. ആ 2 കാര്യത്തിനെതിരാണ്. 3ാമത്തേത് ആണും പെണ്ണും ഒരുമിച്ചാണല്ലോ ഈ സ്കൂൾ, ഈ എയ്ഡഡ് സ്കൂൾ പോലും മിക്സഡ് സ്കൂളാണല്ലോ. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചല്ലേ പഠിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതേ സ്കൂളിലാണല്ലോ അസംബ്ലിയിൽ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്? അതെ. മാത്രമല്ല ക്ലാസ് റൂമിൽ ഒരുമിച്ചല്ലേ, ഉച്ചഭക്ഷണം വാങ്ങുന്നത് ഒരുമിച്ചല്ലേ, കഴിക്കുന്നത് ഒരുമിച്ചല്ലേ. ഏതാണ് ഒരുമിച്ചല്ലാത്തത്?
അപ്പോൾ ഈ ഒരു അസംബ്ലിക്ക് മാത്രമല്ല, അസംബ്ലിയിൽ ഒരുമിച്ച് നിൽക്കുന്നു. ഇതിന് സമാന്തരമായ പലതും ഇപ്പോൾ സിനുജിയുടെ കാലത്ത് മാസ് ഡ്രില്ലില്ലേ സ്കൂളിൽ, അതെ, ഒരുമിച്ചിരുന്ന് PT മാഷ് മാസ് ഡ്രില്ല് നടത്തി തരും. എന്ത് രസമായിരുന്നു അത്, ആളുകൾക്ക് വലിയ ഇഷ്ടമല്ലേ. പക്ഷെ അന്ന് താളം ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. അത് ഡാൻസ് ആയിരുന്നില്ല, എക്സസൈസ് ആയിരുന്നുള്ള. ശരി, എന്താ വ്യത്യാസം? ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു ഗ്രൗണ്ടിൽ ഇരുന്നും നിന്നും എക്സസൈസ് ചെയ്യുന്നത് മാസ് ഡ്രില്ല്. 2, അടുത്ത കാലത്ത് ഇപ്പോൾ ഇവൻ പറഞ്ഞു കേൾക്കാത്ത തോന്നും, ഇപ്പോൾ TK അഷ്റഫിൻ്റെ പോസ്റ്റ് കണ്ടാൽ തോന്നും, ഇപ്പോൾ താളാത്മകമായി ഇതിനു മുമ്പ് ഇതേ സ്കൂളുകളിൽ, ഞാനൊക്കെ സ്കൂളിലുള്ളപ്പോൾ തന്നെ എയറോബിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ. എയറോബിക്സ് ഡാൻസാണ്, വേറൊന്നുമല്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ യാന്ത്രികമായ ഒരു കുട്ടിയോട് റെഡി 1 2 3 അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് യാന്ത്രികമായി ഒരു ഡ്രിൽ മാഷയുടെ വരണ്ട യാന്ത്രികത ഉണ്ടല്ലോ, ഒരു കായികാധ്യാപകൻ്റെ യാന്ത്രികമായ എക്സർസൈസിൽ നിന്ന് താളാത്മകവും സംഗീതാത്മകവുമായ ചലനങ്ങളിലേക്ക് വ്യായാമത്തെ കൊണ്ടുവരുമ്പോൾ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ശരീരം അറിയാതെ അനങ്ങുകയും ശരീരത്തിന് നല്ല വ്യായാമം കിട്ടുകയും ചെയ്യും. 2, മനസ്സിൽ സംഗീതം താളവും വരും. 3, ശരീരത്തിൻ്റെ ചലനങ്ങളിൽ താളം വരും. ഇതാണല്ലോ ഡാൻസ്. ശബ്ദത്തിൻ്റെ താളമാണ് സംഗീതമെങ്കിൽ ചലനത്തിൻ്റെ താളമാണല്ലോ നൃത്തം. ഇത് 3 ഒരുമിച്ച് കൈവരുന്നു കുട്ടിക്ക്. അപ്പോൾ ജീവിതത്തിലെ ഓരോ ചലനങ്ങളെയും താളാത്മകമായി കാണാനും, അപ്പോൾ 2 കാര്യങ്ങൾ, ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, അത് 2ഉം കൈവരുന്നു. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാകുമ്പോൾ അവനും അവളും എന്ന വ്യത്യാസം മനസ്സിൽ നിന്ന് താനെ പൊതുവെ ഇല്ലാതായിത്തീരും. ഒരു സാഹോദര്യം, ഒരു അങ്ങനെയുണ്ടല്ലോ, ഒരു സ്പോർട്സ്മാൻഷിപ്പോ അല്ലെങ്കിൽ ഒരു കായിക ലോക സാഹോദര്യം ഉണ്ടല്ലോ, ഒരു കൂട്ടുകാരിയുടെ ഒരു സഹോദരിയോടുള്ള വികാരം, അതിനല്ലേ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഈ നൃത്തവും സംഗീതവും ഒക്കെ ദൈവനിഷേധമാണെന്ന് വളർന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ചിന്ത, അപ്പോൾ ഇവരെത്ര കാലം പിറകോട്ട് പോകുന്നു? വളരെ വളരെ പുറകോട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ TK അഷ്റഫിന് അറിഞ്ഞുകൊണ്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനും അതൊരു വലിയ കോലാഹലമാക്കി വളർത്താനും അതുവഴി ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനും. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാനൊക്കെ എത്രയോ മണിക്കൂറുകളും പ്രസംഗിച്ചിട്ടുണ്ട് സംഗീതം നിഷിദ്ധമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർക്കെതിരായിട്ട്. അപ്പോൾ അത്തരം വിഷയത്തിലേക്ക്, അത്തരം മൗലിക യാഥാസ്ഥിക പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം കൂടിയാണ് ഈ FB പോസ്റ്റ്. അവൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, TK അഷ്റഫ് അത്ര അറിയാത്ത ഒരാളല്ലല്ലോ. ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയല്ലോ. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോവിഡ് കാലത്ത് തുടങ്ങിയത് ഈ വിക്ടർ TVയിലെ ഒരു തരം ഷോ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. എന്താ വെച്ചാൽ അന്ന് ഞങ്ങളൊക്കെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സ്കൂൾ വെൽ എക്യുപ്ഡ് ആണ്, എല്ലാ അധ്യാപകരും വെൽ ട്രെയിൻഡ് ആണ്, IT-യിൽ എല്ലാവരും എക്സ്പേർട്സാണ്, മിക്കവാറും എല്ലാ സ്കൂളുകളും ഈ അഡ്വാൻസ്ഡ് ആണ്, സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളിട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ക്ലാസ് ടീച്ചർക്കും ഇത്തരത്തിലൊരു ക്ലാസ് നടത്താൻ പറ്റും. അവരുടെ ലാപ്ടോപ്പിന് മുമ്പിൽ അവർക്ക് ക്ലാസ് നടത്താവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് സ്വന്തം ക്ലാസ് ടീച്ചറുടെ ക്ലാസ്സായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. ഏതോ വിദൂരമായ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ നടക്കുന്ന ഒരു ഷോ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടു. പക്ഷേ ഞങ്ങൾ പോസ്റ്റ് ഇട്ട് ഒരു 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് സർക്കാർ ഉത്തരവ് വന്നു. ആര് വേണമെങ്കിലും പോസ്റ്റ് ഇട്ട് കൊള്ളട്ടെ, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന അധ്യാപകന്മാരോ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരോ ഇത്തരം ക്യാമ്പയിനിൽ ഇടപെട്ടാൽ നടപടി വരും. പിന്നിട്ടില്ല. ഇതെല്ലാവർക്കും അറിയാന്നേ. ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി, നമുക്ക് ശമ്പളം തരുന്നവർക്കെതിരായി വേണമെങ്കിൽ നമുക്ക് വിയോജിപ്പ് അറിയിച്ചു നോക്കാം. TK അഷ്റഫിനോ ചെയ്യാമായിരുന്നു. ഇതാരെ അറിയിക്കേണ്ടത്? വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കാം, DPI അറിയിക്കാം, നേരിട്ട് അവനവൻ്റെ പാലക്കാട് DD അറിയിക്കാം, കേരളത്തിൻ്റെ DPI അറിയിക്കാം, വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കാം, എല്ലാവരെയും പേഴ്സണലായിട്ട് അറിയിക്കാമല്ലോ. അതിന് പകരം ചെയ്തത് FB പോസ്റ്റ് ഇടുന്നത് നടപടിക്ക് വേണ്ടിയല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് അവർ വളരെ ബോധപൂർവം കൊണ്ടുവരുന്ന ഒരു ക്യാമ്പയിനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുമനസ്സ് ഇതിനെ അതിശക്തമായി ചെറുക്കേണ്ടതുണ്ട്. TK അഷ്റഫിൻ്റെ നടപടി തീർച്ചയായിട്ടും എടുക്കണം, ഞാനായാലും എടുക്കണം. അത് രീതിയല്ല, അതൊരു പൊതുപ്രവർത്തകൻ്റെ ചട്ടങ്ങൾക്കെതിരാണ്. നടപടിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, ആ നടപടിയേക്കാളും പ്രധാനമാണ് ഈ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം. ഒരുമിച്ച് എന്ത് കാര്യത്തിനാണ് ഇതിനെ എതിർക്കുന്നത്? സുംബ ഡാൻസ് കൊളംബിയയുടെ ആയതുകൊണ്ട് എതിർക്കുന്നതൊന്നുമല്ല, അതൊന്നും അറിഞ്ഞുകൊണ്ടോന്നല്ലല്ലോ. ഇപ്പോൾ ശിവൻകുട്ടിക്ക് പോലും കൊളംബിയയിൽ ഇങ്ങനെ വിദ്യാഭ്യാസ പരിഷ്കാരമോ ഇങ്ങനെ ഡാൻസോ ഉള്ളത് പോലും അറിഞ്ഞിട്ടൊന്നുമില്ല. അതിനൊന്നും ശിവൻകുട്ടി പോയിട്ടുണ്ടാവില്ല പഠിക്കാൻ.
പക്ഷേ ഇത് വരുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം ഇതാണ്. കുട്ടികളുടെ മനസ്സിൽ താളം ഉണ്ടാക്കുക, കുട്ടികളുടെ മനസ്സിൽ ഒരു കലാത്മകമായ ജീവിത വീക്ഷണം ഉണ്ടാക്കുക. അതുവഴി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ കൂടിയാണ്. ലഹരി എന്ന് പറയുന്ന അപായകരമായ ആനന്ദത്തിനാണ് ലഹരി എന്ന് പറയുക. എന്നാൽ ആഹ്ലാദകരമായ ആനന്ദമുണ്ട്. അത് എൻ്റെയും നിൻ്റെയും ഉള്ളിലുണ്ടാകും. എൻ്റെ ഒരു ലഹരി അത് ചിലർക്ക് വായനയായിരിക്കാം, ചിലർക്ക് സംഗീതമായിരിക്കാം, ചിലർക്ക് ചിത്രകലയായിരിക്കാം, ചിലർക്ക് ആത്മീയതയാവും, ചിലർക്ക് കളിയാവും, സ്പോർട്സാവും, ഫുട്ബോൾ, എന്തും ആവാം. അത് കണ്ടെത്താനും കൂടി സാധിക്കും. അപ്പോൾ സത്യത്തിൽ അപായകരമായ ആനന്ദത്തിനെ നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാണ്? ആഹ്ലാദകരമായ, ജനുവിനായ, പ്രകൃതിദത്തമായ, മാനവികമായ ആനന്ദം കൊണ്ടാണ് നേരിടേണ്ടത്. അതൊന്നും ഈ മൗലാനമാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ചോദിക്കുന്നതാണ്, ഇപ്പോൾ കേട്ടില്ലേ ചോദിക്കുന്നപ്പോൾ MSFകാർ പോലും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്. മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ മാത്രമാണ് ഇപ്പോൾ ലീഗിൽ നിന്ന് പരസ്യമായി ഇവനെ സപ്പോർട്ട് ചെയ്തത്. അതൊരു ക്യാമ്പയിൻ്റെ തുടക്കമല്ലേ? N ശംസുദ്ദീൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ? N ശംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് ദീർഘകാലം കൈകാര്യം ചെയ്തൊരു പാർട്ടിയുടെ MLA അല്ലേ? അദ്ദേഹത്തിന് അറിയില്ലേ ആ വകുപ്പിൻ്റെ നയപരിപാടികൾക്കെതിരായി, അതാത് കാലത്തെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കെതിരായി ആ വകുപ്പിൻ്റെ ശമ്പളം വാങ്ങി ഉപ്പും ചോറും തിന്നുന്ന ഒരുത്തൻ പരസ്യമായി നിലപാടെടുത്താൽ നടപടിയെടുക്കുമെന്ന് അറിഞ്ഞൂടെ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, MSFകാർ, മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടന MSFകാർ ചോദിക്കുകയാണ്, ഡ്രഗിനെതിരായി അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനത്തിന് സുംബ ഡാൻസ് ഉപകരിക്കുമെന്നതിന് ശാസ്ത്രീയമായ വല്ല തെളിവുണ്ടോയെന്ന്. കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ വേറെ തെളിവൊന്നും വേണ്ട. എന്താ സംശയമുള്ളത്? ഒരു ലഹരിക്ക് ബദൽ എന്താണ്? നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ലഹരിയാണ്. എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, താളമുള്ള ഒരു മനസ്സിൽ ക്രിമിനൽ ബോധം വരില്ല. 2. സംഗീതം ഒരു പ്രാപഞ്ചിക ഭാഷയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സഹൃദയൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും വിഭാഗീയത വരില്ല, വിദ്വേഷം വരില്ല, അന്യമനുഷ്യ വിരോധം വരില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലെങ്കിൽ പിന്നെ ഇവരെയൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റിന് നടത്തണം. വേറെ എന്ത് ചെയ്യാനാ? എന്തായാലും സൂംബ ഡാൻസ് എന്ന് പറയുന്ന ആ പദ്ധതിയുമായിട്ട് തന്നെ അതിന് പേര് വിളിച്ചോട്ടെ. സൂംബ ഡാൻസ് എന്ന് വിളിച്ചാലും എയറോബിക്സ് എന്ന് വിളിച്ചാലും ഏത് രാജ്യത്തിൻ്റേതായാലും അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? റിസൾട്ട് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ മക്കൾക്കും ഗുണകരമാണ്. ഞാനത് കാണുന്നുണ്ട് സിനുജി. മലബാറിലെ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര ആവേശം രാവിലെ. കാരണം ഇത് വേറെ ഒന്നിനും പോയില്ലെങ്കിലും രാവിലെ ഈ ഡാൻസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ഒരു ആശങ്ക ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ ആശങ്ക എനിക്ക് ഇത്തരം മതയാഥാസികന്മാർ മുസ്ലിം സമൂഹത്തിൽ എന്നും ഉണ്ട്. അവരെ ചെറുക്കാൻ കേരളത്തിലെ മുസ്ലിം മനസാക്ഷി തന്നെ ഉണർന്നു നിൽക്കും. യാതൊരു തർക്കവുമില്ല. മുസ്ലിം കുട്ടികൾ തന്നെ പോവും, മുസ്ലിം രക്ഷിതാക്കൾ തന്നെ പറഞ്ഞയക്കും, അവരൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തും. യാതൊരു തർക്കവുമില്ല. അതിനി ആരേറ്റെടുത്താലും, MSFോ മുസ്ലിം ലീഗോ ഒക്കെ ഏറ്റെടുത്താലും അവരെ ഒറ്റപ്പെടുത്തും. പക്ഷേ വരാൻ പോകുന്നൊരു അപകടം ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ പുരോഗമനവാദികളായി അല്ലെങ്കിൽ മാനവികമായൊരു ആവേശത്തോടു കൂടി സുംബ ഡാൻസ് ചെയ്യുകയും അത് ചെയ്യിക്കുകയും ചെയ്യുന്ന കേരളീയ പൊതുസമൂഹം ഉണ്ടല്ലോ, അവരെ പരാജയപ്പെടുത്തുക ഒരു പക്ഷേ സർക്കാരാണ്. കാരണം സർക്കാരിന് നാളെ മതയാഥാസ്ഥികന്മാരുടെ ഒരു പട പോയി നിവേദനം കൊടുത്താൽ അവരെയും പ്രീതിപ്പെടുത്തേണ്ടി വരും. അപ്പോൾ എന്തായി? പുരോഗമനവാദികളോട് ആവശ്യപ്രകാരം സുംബ ഡാൻസ് തുടങ്ങി, യാഥാസ്ഥിക പണ്ഡിതന്മാരുടെ അപേക്ഷപ്രകാരം പിൻവലിച്ചു. അവർക്കും പ്രിയപ്പെട്ടവരായി സർക്കാർ, അവരുടെ കയ്യിലും വോട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു നയം കഴിഞ്ഞ കുറേ കാലമായി, ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം കഴിഞ്ഞ കുറേ കാലമായി വന്ന കുറേ പരിഷ്കാരങ്ങളിൽ നമ്മുടെ കരിക്കുലം മാറ്റത്തിൽ, സ്കൂൾ ടൈമിങ്ങിൻ്റെ മാറ്റത്തിൽ ഇപ്പോൾ പോലും കണ്ടില്ലേ, ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ കൂട്ടി 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും. അപ്പോഴും ഇവരെതിരാണ്. അപ്പോൾ ഇത്തരം പരിഷ്കാരങ്ങളുടെയൊക്കെ മുമ്പിൽ കീഴടങ്ങിയ ഒരു ചരിത്രം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ട് അവർ കീഴടങ്ങിയിട്ട് ഈ പരിഷ്കരണത്തെ തോൽപ്പിച്ചെങ്കിലേ ഉള്ളൂ. കേരളം തോൽപ്പിക്കില്ല. കേരളം ഈ പരിഷ്കരണത്തെ സ്വാഗതം ചെയ്യും. മുസ്ലിം മതയാഥാസ്ഥികന്മാരുടെ കൂടെ ചേർന്നിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ജനങ്ങളെ തോൽപ്പിച്ചെങ്കിലേ ഉള്ളൂ. അതുമാത്രമാണ് എൻ്റെ ആശങ്ക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.